ഇതാണ് മച്ചാന്മാരെ ആൻസിയോ എന്ന് പറഞ്ഞ സ്ഥലത്തെ പോർട്ടുകൾ. ഇവിടുന്ന് പോൺസോയിലേക്കും ബോട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പോളി, സർദാനിയ, ചെറിയ ചെറിയ ഐലൻഡിലേക്കുള്ള ബോട്ടുകളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം. അപ്പം ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ സമയത്ത് ഓരോ ട്രാവലിംഗ് സിസ്റ്റം ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് മുമ്പ് ബോട്ടിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടുന്ന് പോൺസോയിലേക്കുണ്ട്, നാപ്പോളിയിലേക്കൊക്കെ ഉണ്ട്. ടൈമും കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ വഴി ചെക്ക് ചെയ്താൽ അറിയാൻ കഴിയുള്ളൂ. ഞാൻ ഇവിടുത്തെ ഈ ഒരു വീഡിയോസ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുകയാണ്. വീഡിയോസ് കണ്ട ഏകദേശം നമ്മൾ വെനീസിയയിലൊക്കെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയും കുറേ ബോട്ട് സർവീസുകളുണ്ട്. ഇതിപ്പോൾ റോമിൽ നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്ററുള്ള ഒരു സ്ഥലമാണ്. അടിപൊളി ഏരിയ ആണ് ഇത്. ഒരു ഈവനിങ് ടൈമിലൊക്കെ ആൾക്കാർക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഒരു വിൻ്റർ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ സമയത്ത് ടൂറിസ്റ്റുകളുടെ ഏരിയ കേട്ടോ ഇവിടെ. ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ബോട്ടിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടമാതിരി ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണത്. അടിപൊളി ഏരിയ ആണ് കണ്ട. ബോട്ടുകളൊക്കെ ഇങ്ങനെ നേരെ നടക്കണ മീൻ പിടിക്കണ ബോട്ടുകളുണ്ട്, ട്രാവൽ ചെയ്യണ ബോട്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ കൊണ്ട് ട്രാവൽ ചെയ്യണ ബോട്ടുകളുണ്ട്. അങ്ങറ്റത്ത് നിങ്ങൾ ഒരു ലാൻഡ് പോലെ ഒരു സ്ഥലം കണ്ടു കാണും. അവിടേക്ക് എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ല. ഒരു ഐലൻഡ് പോലെയാണ് തോന്നണത്. നീണ്ടു നിവർന്ന് പറഞ്ഞ ഒരു സ്ഥലം കിടക്കുന്നുണ്ട് അങ്ങ് അറ്റത്തായിട്ട്. സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്താൽ ഇവിടെ നിന്ന് നോക്കിയാലും കാണത്തില്ല. പക്ഷെ അവിടെ ഒരു ലാൻഡ് പോലെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട്. അത് ഏത് ലാൻഡാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവിടേക്ക് സർവീസ് ഉണ്ടോയെന്ന് അറിയില്ല. ഈ റോഡ് സൈഡിൽ ബോട്ടിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ ബോട്ടുകളൊക്കെ കിടക്കുന്നതിൻ്റെ പുറവശത്തുള്ള ഫുഡ് കോർട്ടുകളാണ്. ഈ ടൈമിൽ ആൾക്കാർ ഒഴിവായി കിടക്കണേ. ചൂടാണ് ഈ സമയം. എനിക്ക് തോന്നണേ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലും ആളുകളും വരാൻ സാധ്യതയുള്ളത് ഈവനിങ് ടൈമിൽ. കാരണം സമയം നല്ല ചൂടായതുകൊണ്ട് ആൾക്കാർ സൺബാത്തിന് പോകും. ഇവിടെയൊക്കെ കാലിയായി കിടക്കണേ. എല്ലാവരും ഈ ടൈമിൽ ലൈറ്റ് ഫുഡ്സ് കഴിക്കുമ്പോഴും കഴിക്കുള്ളൂ. അതിനകത്തൂടി നോക്കി അറിയാൻ പറ്റും. കണ്ട കുറേ സൈഡൊക്കെ പോയിട്ട് അവിടേക്ക് ഒരു ജങ്കാറ് പോലത്തെ ഒരു ബോട്ട് മൂവ് ചെയ്തു, അല്ലെങ്കിൽ അറിയായിരുന്നു. അവിടുത്തെ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വഴിക്ക് നീങ്ങാം. അതിൻ്റെ പേര് ഇതിങ്ങനെ ലസിങ് മാർ എന്തെങ്കിലും ആട്ടെ. കണ്ടല്ലേ റിവേഴ്സ് അടിക്കണതാണ്. എവിടേക്കാണ് പോണേന്ന് അറിയില്ല. റോഡ് മുഴുവൻ കുറച്ച് സ്ഥലത്തൊക്കെ ഫുഡ് കഴിക്കാൻ ആൾക്കാരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ബോട്ട് സർവീസ് ബാക്ക് എടുക്കണേ. അവിടെ ലാൻഡ് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏത് ഭാഗത്തേക്കൊക്കെ അങ്ങനെയൊക്കെ പോകണേ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ടിങ് സർവീസിൻ്റെ ഏരിയ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ സൈറ്റ് എനിക്ക് തോന്നുന്നത് സൈറ്റ് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഇവിടെ ആൻസിയോയിൽ നിന്ന്, ഇത് ആൻസിയോ എന്ന് പറഞ്ഞ പോർട്ടാണ്. ഇവിടുന്ന് ഫോർമിയ, പെർലൈസോള ദി പൊന്തീന അവിടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് വെന്തിട്ട് ബിലതി കോർസ് ദി പാർത്തേൻസ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഇന്ന് ഒക്കെയാണ് ക്ലോസ് ആയി. കണ്ട ഫോർമിയ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് പോകാൻ ബോട്ടാണ് മിസ്സായത്. ഇപ്പം പോയിട്ടും കാര്യമില്ല. പോയിട്ട് തിരിച്ച് റിട്ടേൺ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. 2-3 സ്ഥലത്തുണ്ട് കേട്ടോ. വേറെയും കൗണ്ടറുകൾ ഉണ്ടെന്ന് തോന്നണം. അതിലൊരു കൗണ്ടർ കൂടി നമുക്ക് ജസ്റ്റ്
അടുത്ത കൗണ്ടറും ചെക്ക് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ആ ബോട്ട് പോയത്. ഇതാണ് ലക്സിംഗ് മാർ ഒരു ടൈം എഴുതിയിട്ടുണ്ട്, ആൻസിയോ പോൺസോ. ലൂണേരിയമിൽ എന്നുവെച്ചാൽ തിങ്കൾ മുതൽ ഡൊമിനിക്കയിൽ വരെ ഞായർ വരെ 8:45 പോകുന്നുണ്ട്. പിന്നെ പോണത് 3 മണിക്കാണ്. ഇപ്പം ഞാൻ വന്ന ടൈമിലാണ് ഇപ്പോൾ അത് പോയത്. അതുപോലെ അവിടെ നിന്ന് പോൺസോയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് 12 മണിക്ക് വെനർദിയിൽ മാത്രമേ ഉള്ളൂ. ഡൊമിനിക്കയിൽ അവിടെ നിന്ന് 12 മണിക്ക് വരെ. എന്ന് വെച്ചാൽ രാവിലെ 8:45 ഇതെടുത്ത് അവിടെ പോയി കറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് 12 മണിക്കുള്ള വണ്ടിക്ക് വരാം. അതല്ലെങ്കിൽ വൈകുന്നേരം 5:30 ഒരു വണ്ടിയുണ്ട്. കണ്ട, 2 ഓപ്ഷനാണ് ഉള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടുന്ന് 3 മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും 1.5 മണിക്കൂറുണ്ട് പോൺസോയിലേക്ക് ഇവിടുന്ന് പോകാനായിട്ട്. ഇതിൻ്റെ റേറ്റ് എഴുതിക്കണത് എത്രയാണ് എമൗണ്ട് നമുക്ക് നോക്കാം. 23 യൂറോ 40 പൈസയാണ് ഏകദേശമായിട്ട് എനിക്ക് തോന്നിയിരിക്കണത്. പിന്നെ വയസ്സ് കുറഞ്ഞ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 11.70 പൈസ, 2 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ 1.50, 4 അങ്ങനെയൊക്കെ ആയിട്ടാണ് എഴുതിയിരിക്കണത് എമൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ലാക്സിയോ മാർ പുന്തോയിറ്റ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒറാരിയും ബാക്കിയുള്ള ടൈമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ഈ പറഞ്ഞ ബോട്ട് സർവീസ് വെത്രോ എന്ന് പറഞ്ഞ ഈ കമ്പനി ഫോർമിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാത്രമാണ് പോണത്. എന്നാൽ ലാസിംഗ് മാർ എന്ന് പറഞ്ഞ കമ്പനി പോണത് പോൺസോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഓരോ ബോട്ടിനും ഓരോ പ്രത്യേക സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെത്രോ ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബോട്ടാണ് ഈ കിടക്കണത്. അതുമേലെ എഴുതിയിട്ടുണ്ട്, കണ്ട. അതും വെത്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ഫോർമിയയിലേക്ക് പോകണം ബോട്ട് സർവീസിൻ്റെ ആ ഫോട്ടോസുകളാണ് കാണുന്നത്. ഈ ബോട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകണം. ഈ ബോട്ടിൽ അവിടം വരെ എത്തുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ലൈഫ് ജാക്കറ്റ് കയ്യിൽ കരുതിക്കോ. കണ്ടിട്ട് ഒരു പഴഞ്ച ബോട്ട് പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ടിട്ട് ആ പറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകണത്, ഫോർമിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. എൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ലക്സിംഗ് പോണ ബോട്ട് സർവീസ് മറ്റേ പോൺസോയിലേക്ക് മാത്രം. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങാം. ജസ്റ്റ് ഇൻഫോർമേഷൻസ് മാത്രം കേട്ടോ ഇതിനെക്കുറിച്ച് നമ്മൾ പറയണുള്ളൂ. അല്ല, ഇത് ബ്യൂട്ടി ആയിട്ട് കിടക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് എത്തി കഴിഞ്ഞപ്പോൾ ആൻസിയോ എന്ന് പറഞ്ഞ ബോട്ടിൻ്റെ സർവീസ് എടുത്തണം. അതായത് ഷിപ്പിംഗ് ഏരിയ ആണ്, ഇത് മറീനയാണ്, ഫിഷിംഗ് ഏരിയ ആണ്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സർവീസുള്ള ഒരു ചെറിയ ബോട്ട് സർവീസ് ഏരിയ ആണ്. നമ്മുടെ നാട്ടിലെ ഹാർബറൊക്കെ പോലെ തന്നെ. പക്ഷേ ഇത് ഹാർബറാണെങ്കിലും നമ്മുടെയൊക്കെ നാട്ടിൽ പോലെയല്ല, കുറച്ചും കൂടി ഡെവലപ്ഡാണ് ഇവർ. ആ ഭാഗം ലാസ്റ്റ് കാണുന്ന എനിക്ക് തോന്നുന്നത് നെത്തൂണോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതാണ് ആ അങ്ങറ്റത്ത് കാണുന്ന കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നില്ലേ, അത് നെത്തൂണയാണ്. ഈ കാണുന്നതാണ് ആൻസിയോ പോർട്ട്. ഹാർബറാണ്, എല്ലാം ഉണ്ട്, മറീനയുണ്ട്, എല്ലാം കൂടിയുള്ള സെറ്റപ്പ് ഏരിയയാണ്. ഇതാണ്ട് ഭയങ്കര വെയിലാണ്, പറഞ്ഞ തരില്ല. വെയിലായതുകൊണ്ടേ ഫുള്ള് വെയിൽ ഏരിയയാണ്. അതുപോലെ തന്നെ ഇന്ന് ക്യാമറ പിടിക്കാൻ ആളുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥലമൊക്കെ കണ്ടു നോക്കിക്കോ. ഭയങ്കര സൂപ്പർ ഏരിയ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഹാർബറാണ്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. മീൻ ഇവിടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഷിപ്പിൽ ഇങ്ങനെ ഫിഷ് ഫ്രഷ് ആയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മേടിക്കുന്നവർക്ക് മേടിക്കാം. ഈ ആൻസിയോ എന്ന് പറഞ്ഞ പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ താമസിക്കണ ആൾക്കാർക്കൊക്കെ വന്ന് മേടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ റോമിൽ നിന്ന് ഇത് വന്ന് മേടിക്കൽ നടക്കില്ല, കുറേ ദൂരമാണ്. നമുക്ക് ട്രെയിനൊക്കെ എടുത്ത് ഇവിടെ വരേണ്ട ഒരു സ്ഥലം. എനിക്ക് ഏതായാലും ഭയങ്കര ഇതായിട്ട് തോന്നി. ഇവിടെ ആദ്യമായിട്ട് വരണതാണ്. വെറുതെ കറങ്ങാൻ തോന്നിയപ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്ന് കറങ്ങി നോക്കിയതാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ ആൾക്കാർ കടലിലൊക്കെ കുളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ താഴെ കല്ലാണ്, മറ്റേ സ്പാജിയല്ല, മണലല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുളിക്കണത് കുറച്ച് ഡേഞ്ചറാണ്. ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളപ്പോൾ മാത്രം കുളിക്കാൻ ഇറങ്ങുക. പിന്നെ ഇവിടെ ലൈഫ് ഗാർഡ് പോലെയുള്ള സംഭവമൊന്നും ഞാൻ കാണുന്നില്ല. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. കാരണം
ഈ പോർട്ടിൻ്റെ ഇവിടെയുള്ള സ്ഥലമാണ് ഇത്. ഇങ്ങനെ അങ്ങറ്റത്തേക്ക് അവിടെ അങ്ങറ്റത്തൊരു ഇതുപോലെ ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്താണ് ഈ പറയണ നമ്മുടെ നെഹ്റോണയുടെ നെയ്വ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഇവിടെ കുളിക്കണത് ഭയങ്കര പെരിക്ലോസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. അപ്പം എല്ലാവർക്കും ബോട്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരുടെ കൂടെ കുളിക്കാനായിട്ടൊക്കെ ആൾക്കാരുണ്ട്. നീന്താൻ കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കുളിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് ഒന്ന് റിസ്ക് എടുത്ത് കുളിക്കാൻ നിൽക്കരുത് ആരും. കാരണം വെള്ളം കുഴപ്പമില്ല, തിരയൊന്നും കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഭയങ്കര കുഴി പോലെയാണ് എനിക്ക് തോന്നുന്നത്. പാറയൊക്കെ വഴുതാനുള്ള സാധ്യത കൂടുതലാണ്. റിസ്ക് ആണ് ഇവിടെ കുളിക്കണവർക്ക്. കാരണം അടിയിൽ പായലുണ്ട്, ഇഷ്ടമാതിരി പായലുണ്ട്. ആൾക്കാർ കുളിക്കുന്നുണ്ട്, കണ്ട റിസ്ക് ഒക്കെ എടുത്ത് കുളിക്കുന്നുണ്ട്. അരികത്തൊക്കെ ഇരുന്ന് കുളിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ മാറി മാറി സെപ്പറേറ്റ് ആയിട്ടൊക്കെ കുളിക്കണം. ഇതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിർത്തി പോക്ക് നടക്കൂല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ കടൽ തീർത്ത് ഗ്യാപ്പ് കിട്ടണടുത്ത് ഇറങ്ങിയ ആൾക്കാർ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് കുളിക്കും. പക്ഷെ സേഫാണോന്ന് നോക്കണം. സേഫ് അല്ലെങ്കിൽ പണി കിട്ടും. കണ്ട ഫുള്ള് കടലാണ് ഇവിടെ മൊത്തം. അങ്ങറ്റത്ത് ഏതാണ്ട് ഇവിടുന്ന് ആൻസിയോര് കുളിക്കണ സ്ഥലം കുറവാണ്. ആ കാണുന്ന അവിടുന്ന് കുറേ പോകണം. ഇനി അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തേക്കൊക്കെ ചിലപ്പോൾ മണൽ കാണും. ഇവിടെ മണൽ കുറവാണ് ഈ കുളിക്കണ ഭാഗത്ത്. ഇതിപ്പോൾ കടലിൻ്റെ തന്നെ വേറൊരു സൈഡാണ്. ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, കുറച്ച് നടക്കണം കേട്ടോ. ആ പോർട്ടിൻ്റെ അവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്ക് വരും. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ യാഥാർത്ഥികമായിട്ട് തന്നെ വന്നതാണ്. അവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ ഈ കുടയൊക്കെ എടുക്കുന്നിടത്ത് നമ്മൾ പെർമിറ്റബിളാണ്. അല്ലാത്ത എല്ലായിടത്തൊക്കെ നമുക്ക് കുളിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുടയുള്ളവർക്ക് കുട കൊണ്ടു വേണമെങ്കിലും വിശു കുളിക്കാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അല്ലാത്ത ഞാൻ ആദ്യം ചെന്ന ഭാഗമില്ല, അവിടെ ലൈഫ് ഗാർഡില്ല. പക്ഷെ അവിടെ ഭയങ്കര പ്രൈവസിയാണ്. വെള്ളവും നല്ല വെള്ളവും. ഇവിടെ എനിക്ക് അത്രയും പോരാ തോന്നിയിട്ട്. ഞാൻ പാർക്കിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഇവിടെ ഇരുന്നാലും കടൽ കാണാം. അതുപോലെ തണലും കൊള്ളാവുന്നുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ഒറ്റ ബിനാരി ഉള്ളൂ. പക്ഷെ എന്നാലും രണ്ട് സൈഡിലേക്കും ഒരൊറ്റ ലൈനിൽ തന്നെയാണ്. അപ്പം വൺ സൈഡ് regionale 2261 di Trenitalia proveniente da Roma Termini e diretto a Nettuno nelle ore 17:49 è in arrivo al binario 1. Attenzione, allontanarsi dalla linea gialla. ഇപ്പോൾ ഇവർ പറയണതും ഇത് തന്നെയാണ് പറയണത്. ഇപ്പം നെത്തൂണോ എന്ന് പറഞ്ഞ ഡയറക്ഷനിലാണ് ഈ ആൻസിയോ എന്ന് പറഞ്ഞ സ്പോട്ട്. അതുപോലെ തന്നെയാണ് ഈ നെത്തൂണയിൽ പക്ഷേ ലാസ്റ്റ് സ്റ്റേഷനാണ്. അവിടെ പക്ഷേ 2-3 ബിനാരിയും ഉണ്ട്, ലൈൻസ് കാണും, നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇവിടെ പക്ഷേ കൺഫ്യൂഷനാവും. അപ്പോൾ അതുകൊണ്ട് ആളുകളോട് ചോദിച്ചിട്ട് കയറുക. അതെല്ലാം അപ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കയറാം, മാറിപ്പോരുത്. ഇപ്പോൾ പറഞ്ഞത് റോമിൽ നിന്ന് നേരെ നെത്തൂണയിലേക്കാണ്. അതുപോലെ തന്നെ നെത്തൂണയിൽ നിന്ന് റോമിലേക്ക് പോകുന്നത് സെയിം ഡയറക്ഷൻ തന്നെയാണ്.